ഈ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു നാണംകെട്ട സംഭവമല്ലേ ഇത്? നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. ഇതിൻ്റെ സംഭവം എന്നാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഇന്ന് ഈ അവിശ്വാസം പരാജയപ്പെട്ടിരുന്നെങ്കിൽ 6 മാസത്തേക്ക് ഈ ചെയർമാനെ മാറ്റാൻ പറ്റത്തില്ല. മുന്നണി ധാരണ പ്രകാരം അദ്ദേഹം രാജിവെക്കാൻ തയ്യാറുമല്ല. ആ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്വതന്ത്രം കൊണ്ടുവന്ന ഒരു UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഞങ്ങൾ നടപടി എടുക്കുന്നതിന് മുന്നേ അവർ രാഷ്ട്രീയ മുതലോട് പിന്നെ ഒരു സ്വതന്ത്രനെ കൊണ്ട് അവർ കൊടുപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കൊടുത്തില്ല വേറെ രീതിയിൽ ഈ സാധനം വരും, അത്രേ ഉള്ളൂ. അതാണ് കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ കൗൺസിലർ കൂടിയായ ശ്രീ ബൈജു വൈശംബ്രമിനാണ് ഈ സംഭവം പറഞ്ഞത്. 14 പേർ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അതിൽ കേരള കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ട്, CPM-ൻ്റെ അംഗങ്ങളുണ്ട്, CPI-യുടെ അംഗങ്ങളുണ്ട്. 3 അംഗങ്ങളും പിന്തുണച്ചുകൊണ്ടാണ് ഈ LDF മുന്നണിയിലെ 3 പാർട്ടികളും പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം പാസ്സായിട്ടുള്ളത്. ഈ അവിശ്വാസം കൊണ്ടുവന്നതാകട്ടെ സ്വതന്ത്രനായ UDF-ൻ്റെ കൗൺസിലറും UDF 9 അംഗങ്ങൾ ഒപ്പിട്ട ഈ അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ LDF പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അസാധാരണമായ ഒരു രാഷ്ട്രീയ നീക്കം പാലാ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇതോടുകൂടി ഷാജു വി തുരുത്തേൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ പുറത്തേക്ക് പോവുകയാണ്. 2 വർഷക്കാലമാണ് ഷാജു വി ജോർജിന് നൽകിയിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ആ ടേംസ് അത്രയുമല്ല, അവസാനം 1 വർഷം തോമസ് പീറ്റർ എന്നയാൾക്കാണ് നൽകിയിരുന്നത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്.